മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ഒരു ദിവസം ശേഷിക്കെ +1 സീറ്റ് പ്രതിസന്ധി തുടരുകയാണ്. മലബാർ മേഖലയിൽ പ്രതിസന്ധി തുടരുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ പരിഹാരം കാണുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പുറത്തുവന്ന ദിവസങ്ങൾ കഴിയുമ്പോഴും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ്. രണ്ടാം ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ പുതിയതായി അവസരം ലഭിച്ചത് 2437 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറം ജില്ലയിൽ 46,000-ഓളം വിദ്യാർത്ഥികൾ അവസരം കാത്തു നിൽക്കുമ്പോൾ ജില്ലയിൽ ആകെ ശേഷിക്കുന്നത് 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമാണെന്നും ആക്ഷേപമുണ്ട്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിട്ടും സർക്കാർ നടപടി ഇഴയുകയാണ്. ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച 36,393 വിദ്യാർത്ഥികളിൽ 33,170 വിദ്യാർത്ഥികളാണ് പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചത്. പുതുതായി അവസരം ലഭിച്ചതാകട്ടെ 2,437 പേർക്കും. ഇതടക്കം 35,607 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചത്. ഈ കണക്ക് പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ +1 അപേക്ഷ നൽകിയ 82,446 അപേക്ഷകരിൽ 40,000-ഓളം പേർ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുകയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇവർക്കായി ഇനി ശേഷിക്കുന്നതാകട്ടെ 10,000-ൽ താഴെ മെറിറ്റ് സീറ്റുകളും. ഇതുകൂടി പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ 32,239 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ മേഖലകളെയോ ആശ്രയിക്കേണ്ടതായി വരുമെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ കൊണ്ട് മാത്രം ജില്ലയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ലെന്നതാണ് യാഥാർത്ഥ്യം. 19-നാണ് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് നടക്കുക. തുടർന്നും പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെ പരിഹാരം കാണുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അവകാശവാദം. ജനം, തിരുവനന്തപുരം.